ലൈഫ് മിഷൻ പദ്ധതിക്ക് റവന്യൂ വകുപ്പിന്റെ നിരാക്ഷേപ പത്രം ലഭിക്കുന്നില്ലെന്ന പരാതി പരിശോധിക്കുമെന്ന് ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി മൂന്നാറിൽ പറഞ്ഞു. പട്ടയം നൽകുന്നതിനുള്ള നടപടികൾക്ക് പ്രാധാന്യം നൽകും. അർഹരായവരുടെ ഭൂമിക്ക് പട്ടയം നൽകുകയെന്നത് സർക്കാരിന്റെ തീരുമാനമാണ്. അതിനായി പരമാവധി പരിശ്രമിക്കുമെന്നും ജില്ലാ കളക്ടർ വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസം ദേവികുളത്ത് പൊതുജനങ്ങൾക്ക് കളക്ടറെ നേരിൽ കണ്ട് പരാതികളും നിവേദനങ്ങളും സമർപ്പിക്കാൻ അവസരം ലഭിച്ചപ്പോൾ കിട്ടിയ പരാതികളിൽ പ്രധാനപ്പെട്ടത് ലൈഫ് മിഷൻ പദ്ധതിക്ക് റവന്യൂ വകുപ്പിന്റെ നിരാക്ഷേപ പത്രം ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ടും പട്ടയ ലഭ്യതയുമായി ബന്ധപ്പെട്ടുമായിരുന്നു. ഉടൻ പരിഹരിക്കാൻ കഴിയാത്ത പരാതികൾ പരിശോധന നടത്തി പരിഹരിക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായാണ് ലൈഫ് മിഷൻ പദ്ധതിക്ക് റവന്യൂ വകുപ്പിന്റെ നിരാക്ഷേപ പത്രം ലഭിക്കുന്നില്ലെന്ന പരാതി പരിശോധിക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചത്. പട്ടയം നൽകുന്നതിനുള്ള നടപടികൾക്ക് പ്രാധാന്യം നൽകും. അർഹരായവരുടെ ഭൂമിക്ക് പട്ടയം നൽകുക എന്നത് സർക്കാരിന്റെ തീരുമാനമാണ്. അതിനായി പരമാവധി പരിശ്രമിക്കുമെന്നും ജില്ലാ കളക്ടർ വ്യക്തമാക്കി. നമുക്ക് NOC ലൈഫ് മിഷൻ പോലെ സർക്കാരിൻ്റെ സഹായം കിട്ടുന്ന പദ്ധതിയിലേക്ക് കിട്ടുന്നില്ല എന്നുള്ള ഒരു കാര്യം പറഞ്ഞായിരുന്നു. സോ അത് ഞാൻ അന്വേഷിക്കും. ഞാൻ തഹസിൽദാരുമായിട്ട് വിളിച്ചിട്ട് എന്താണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് എടുത്തിട്ടാണ് നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ പറ്റും. നമുക്ക് അവിടെ നിന്നോ ഇല്ലെങ്കിൽ സർക്കാർ നിന്നോ എന്തെങ്കിലും സ്പഷ്ടീകരണം വേണ്ടി വരുന്നുണ്ടെങ്കിൽ അതിലേക്ക് വേണ്ടിയും നമ്മൾ ശ്രമിക്കും. ഉണ്ടാവും. പട്ടയത്തിൻ്റെ കാര്യത്തിലാണ് അത് വർഷങ്ങളായിട്ട് ഇരിക്കുന്ന ഒരു നിയമ പ്രശ്നമാണ്. അല്ലാത്ത ഇന്ന നാളെയായിട്ട് തീർക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. പക്ഷേ എന്തിലും നമുക്ക് എല്ലാവർക്കും പട്ടയം കിട്ടാനുള്ള നടപടിയിലാണ് നമ്മൾ കേരള സർക്കാർ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് എല്ലാവർക്കും കിട്ടാനുള്ള നടപടികൾ തീർച്ചയായും ചെയ്യും. 50-ലധികം ആളുകൾ കളക്ടറെ നേരിൽ കണ്ട് പരാതികളും നിവേദനങ്ങളും സമർപ്പിക്കാൻ കഴിഞ്ഞ ദിവസം ദേവികുളത്ത് എത്തിയിരുന്നു. മൂന്നാറിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണുന്നതിനുള്ള ഇടപെടൽ നടത്തുമെന്നും അനധികൃത വഴിയോര കടകൾ ഒഴിപ്പിക്കുന്നതിനായി പ്രത്യേക ടാസ്ക് ഫോഴ്സിനെ ഏർപ്പെടുത്തുമെന്നും ജില്ലാ കളക്ടർ വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് ബ്യൂറോ, അടിമാലി.